Good morning, dear students. Today we are going to discuss the poem Eve, and this is the last lesson of our first unit, Glimpses of Greatness. In Glimpses of Greatness we studied 3 lessons, and the last one it is a poem. So can we start? This poem, it is written by Rudyard Kipling. Have you heard about him? He was a famous, well-known writer, short story writer, and he born in England. So I will read the biography of Rudyard Kipling. His full name, Joseph Rudyard Kipling. He was an English short story writer, poet and novelist. He is chiefly remembered for his tales and poems of British soldiers in India and his tales for children. So he wrote mainly poems and short stories and poems of British soldiers in India, British soldiers related to the life of British soldiers in India and his tales for children. Have you heard about Jungle Book? That story is written by this Rudyard Kipling, and I know that you may be heard of Mowgli the character. This character is also created by Rudyard Kipling. Kipling's Eve, perhaps his most famous poem, and here you are going to study Eve, the poem written by him. It attracted immediate nationwide attention and it was famous the whole world, and it soon became a popular anthem. After he publishing this poem, it became a popular anthem. Anthem means song. അപ്പോൾ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ ഈഫ് എന്നുള്ള പോയത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് പോയം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റാൻസ. 4 സ്റ്റാൻസയാണ്. ആൻഡ് ഈച്ച് സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് 8 ലൈൻസ്. ഓരോ സ്റ്റാൻസയിലും 8 ലൈൻസ് വെച്ചിട്ടാണ് ഉള്ളത്. We have read about a few great personalities and identified some of the qualities of greatness. നമ്മളിതിൽ കഴിഞ്ഞ 3 ലെസൺസിലും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിച്ചു. ആൻഡ് ഹിയർ ഈഫ് ദിസ് പോയം ഇറ്റ് ഈസ് എ ഡിഡാക്റ്റിക് പോയം. ഇതൊരു ഡിഡാക്റ്റിക് പോയമാണ്. എന്താണ് ഡിഡാക്റ്റിക് പോയം? ആഫ്റ്റർ റീഡിങ് ദിസ് പോയം വി വിൽ ഗെറ്റ് എ മോറൽ ലെസൺ. ഒരു പോയം വായിച്ചു കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്തെങ്കിലും ഒരു മോറൽ മെസ്സേജ്, എന്തെങ്കിലും ഒരു മോറൽ ലെസൺ നമുക്ക് തരികയാണെങ്കിൽ അത്തരത്തിലുള്ള പോയത്തിനാണ് എന്ത് പറയുക? ഡിഡാക്റ്റിക് പോയം, which suggests the idea of conditional fulfillment, where the poet describes the traits of the perfect man. അപ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്. കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്, അല്ലേ? അപ്പോൾ ഗുഡ് മാർക്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു സ്റ്റഡി വെൽ. ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അത് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവണം, ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ വ്യവസ്ഥകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുക? കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ്. വേർ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രേറ്റ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ. ഒരു പെർഫെക്റ്റ് മാൻ, ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഇതിൽ പറഞ്ഞു തരാണ്. And it is given in the form of an advice. ഒരു അഡ്വൈസ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് എൻ അഡ്വൈസ് ടു എ സൺ ബൈ ഹിസ് ഫാദർ. അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശം, അതാണ് ഈ പോയം. സോ ഐ വിൽ റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. എന്താ അതിൽ പറയുന്നത്? ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. നിന്നെ ആരെങ്കിലും കുറ്റം പറയുന്ന സമയത്ത്, അതായത് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്ത് നിന്നെ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വാണ്ട് ടു ബി കാം. നീ എന്തായിരിക്കണം? നീ ശാന്തനായിരിക്കണം. നിന്നെ ഒരാൾ കുറ്റം പറയുന്ന സമയത്ത് നീ തല ഉയർത്തിപ്പിടിക്കണം, നീ ശാന്തമായിട്ടിരിക്കണം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. മനസ്സിലായല്ലോ? ആ 2 ലൈനിൻ്റെ അർത്ഥം അതാണ്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്, നിനക്ക് നിന്നെ വിശ്വാസമുണ്ടെങ്കിൽ, വെൻ ഓൾ മെൻ ഡൗട്ട് യു, ചിലപ്പോൾ നിന്നെ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ആളുകൾ എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കാം. ബട്ട് ഇഫ് യു ഹാവ് ട്രസ്റ്റ് അപ്പോൺ യു, നിനക്ക് നിന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ
എന്തൊക്കെ ചെയ്യണം? ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള സംശയങ്ങളെ നീ പാടെ നിരാകരിച്ച് കളയരുത്. യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഫോൾട്ട്. നിനക്ക് എന്തെങ്കിലും തെറ്റുകൾ, മറ്റുള്ളവർ നിന്നെക്കുറിച്ച് തെറ്റുകൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ വാസ്തവമുണ്ടോ? ഇഫ് ദർ ഇസ് എനി റിയാലിറ്റി യു വാണ്ട് ടു ചെക്ക് ദാറ്റ് തിങ് ഓൾസോ. നീ എന്ത് ചെയ്യണം? അവർ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിനക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വേണം മുന്നേറാൻ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. നിന്നെ ആരെങ്കിലും വെറുതെ കുറ്റം പറയുകയാണെങ്കിൽ നീ നിന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതല്ല, അവർ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അത് തിരുത്തി മുന്നേറണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. നീ എന്ത് ചെയ്യണം? ഇഫ് യു ക്യാൻ വെയിറ്റ്, നിനക്ക് ക്ഷമ വേണം. യു വാണ്ട് ടു ബി പേഷ്യൻറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. മാത്രമല്ല, എങ്ങനെയാ? ക്ഷമിച്ച് അവസാനം ക്ഷീണിതനോടുകൂടി ഇരിക്കരുത്, ക്ഷീണമായിട്ടിരിക്കരുത്. നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ്. വെയിറ്റ് ചെയ്യുമ്പോൾ പോലും നിന്നിൽ എന്ത് വേണം? എനർജി. യു ഷുഡ് ബി എനർജറ്റിക് ഈവൻ ഇഫ് യു ആർ വെയിറ്റിംഗ്. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്. ബീയിങ് ലൈഡ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പറ്റി ആരെങ്കിലും കള്ളം പറഞ്ഞ് പരത്തുകയാണെങ്കിൽ, നീ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, അവൻ നുണ പറഞ്ഞു എന്ന് നീ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് കള്ളങ്ങൾ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നീ തിരിച്ച് അവരെ പറ്റിയിട്ട് കള്ളം പറയരുത്. മനസ്സിലായോ? നീ ഒരിക്കലും ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. ലൈസ് എന്ന് പറഞ്ഞാൽ നുണകൾ. ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി, അല്ലേ? നമ്മളൊരു കരാർ ഒപ്പുവയ്ക്കുക, അതാണ് ഡീൽ. അപ്പം നീ ഒരിക്കലും നുണകൾ ആരോടും പറയരുത്. പിന്നെന്താ പറയുന്നത്? ഓർ ബീയിങ് ഹേറ്റഡ്. നീ ഇപ്പം മറ്റുള്ളവരെ നിന്നെ വെറുക്കുകയാണെങ്കിൽ ഡോണ്ട് ഗീവ് വേ ടു ഹേറ്റിംഗ്. നീ തിരിച്ച് അതുപോലെ എന്ത് ചെയ്യരുത്? അവരെ വെറുക്കരുത്. നിന്നെ ഒരാൾ വെറുക്കുകയാണെങ്കിൽ തിരിച്ച് നീ അവരെ വെറുക്കുകയല്ല വേണ്ടത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. ഒരിക്കലും ഒരു നല്ലവനായിട്ട് അഭിനയിക്കരുത്. യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. ഒരുപാട് കള്ളങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് പുറമേക്ക് നന്മയുള്ള ഒരാളായിട്ട് നീ ഒരിക്കലും അഭിനയിക്കരുത്. നോർ ടോക്ക് ടു വൈസ്. ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ ഒരിക്കലും സംസാരിക്കരുത്. ദിസ് ഈസ് അവർ ഫസ്റ്റ് സ്റ്റാൻസ. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നുകൂടെ പോയിന്റ് പറഞ്ഞുതരാം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലോസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. നിന്നെ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ നീ തല ഉയർത്തി പിടിക്കണം. പിന്നെ അതുപോലെ നിന്നെ ആരെങ്കിലും നിന്നെക്കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ, എന്തെങ്കിലും തെറ്റുകൾ നിനക്ക് സംഭവിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിൽ സത്യമുണ്ടെങ്കിൽ നീ അത് തിരുത്തി മുന്നേറണം. പിന്നെ യു വാണ്ട് ടു ബി പേഷ്യൻറ്റ്. നിനക്ക് പേഷ്യൻസ്, ക്ഷമ നല്ലവണ്ണം വേണം. അതുപോലെ കള്ളങ്ങൾ പറയരുത്, മറ്റുള്ളവരെ വെറുക്കരുത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. ഒരിക്കലും നന്മയുള്ളവനായിട്ട് അഭിനയിക്കരുത്. നെക്സ്റ്റ് സ്റ്റാൻസ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിനക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ, സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ബട്ട് വാട്ട് ഈസ് ദ തിങ് യു വാണ്ട് ടു ലിസൺ? നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഒരിക്കലും സ്വപ്നങ്ങളെ നമ്മുടെ മാസ്റ്റർ ആവരുത്. അതായത് സ്വപ്നങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. സ്വപ്നങ്ങൾ നമ്മളെ അടിമയാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? എന്നും ആ ഒരു ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളാവരുത്. യു ഷുഡ് ഹാവ് ഡ്രീംസ്. സ്വപ്നങ്ങൾ വേണം, പക്ഷെ അതൊരിക്കലും നമ്മളെ അടിമയാക്കുന്ന തരത്തിലാവരുത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. നീ ചിന്തിക്കണം, നീ ഒരുപാട് ചിന്തിക്കണം, ബട്ട് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. പക്ഷെ ചിന്തകൾ മാത്രമാവരുത് ലക്ഷ്യം. നമ്മുടെ മനസ്സിലിപ്പോൾ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ, ഡോക്ടർ ആവണം എന്നുള്ളൊരു ഹോപ്പ്, അങ്ങനെ ഒരു അംബീഷൻ നമുക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും അത് തന്നെ ചിന്തിച്ച് മാത്രം ഇരുന്നാൽ ശരിയാവുമോ? ഡോക്ടർ ആവണം ചിന്ത മാത്രം ഉണ്ടായാൽ പോലെ എന്ത് വേണം? യു വാണ്ട് ടു വർക്ക് ഹാർഡ്. അതാണ് പറയുന്നത്. സോ ചിന്തയിൽ മാത്രമല്ല ലക്ഷ്യം വേണ്ടത്, എന്ത് വേണം? പ്രവൃത്തിയിലൂടെ അത് നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. നിങ്ങൾ ജീവിതമാവുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ട്രയംഫ്, വിജയം, വിക്ടറി ഉണ്ടാവും. ആൻഡ് ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ ഉണ്ടാവും. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ്. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, രണ്ടും ഓപ്പോസിറ്റാണ്. ട്രയംഫും അതുപോലെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് സന്തോഷം തരുന്നതാണ്, ഒന്ന് നമുക്ക് സങ്കടം തരുന്നതാണ്. അതായത് ജീവിതത്തിൽ സന്തോഷമായാലും സങ്കടമായാലും അതിനെ ഒരേ ലെവലിൽ നിങ്ങൾ കാണണം. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സമയവും കടന്നു പോകും എന്നുള്ളത്.
അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ആ ഒരു വാചകം നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നതാണ്. അതുപോലെയാണ് ഇതും പറയുന്നത്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് എ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, വിജയത്തെയും അതുപോലെ പരാജയത്തെയും ഒരുപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, രണ്ടിനെയും ഒരേപോലെ എടുക്കണം. ഇഫ് യു ക്യാൻ ബിയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയിൽസ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. ഇഫ് യു ക്യാൻ ബിയർ, നിനക്ക് സഹിക്കാനുള്ള കഴിവ് വേണം. എന്ത് സഹിക്കാനുള്ള കഴിവ്? ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, നീ സംസാരിച്ചിട്ടുള്ള സത്യങ്ങൾ, നീ ചിലപ്പോൾ എപ്പോഴെങ്കിലും സത്യം നീ പറഞ്ഞിട്ടുണ്ടാവും, അതിനെ എന്ത് ചെയ്യും? ട്വിസ്റ്റഡ് ബൈ നെയിൽസ്, KNAVES, നെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഓണസ്റ്റ് പീപ്പിൾ, അതായത് സത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നെയിൽസ് എന്ന് പറയാം, ഡിസ്ഓണസ്റ്റ് പീപ്പിൾ. അവരെന്ത് ചെയ്യും? ഈ ഡിസ്ഓണസ്റ്റ് സത്യസന്ധരല്ലാത്ത ആളുകൾ നീ പറഞ്ഞിട്ടുള്ള സത്യത്തെ വളച്ചൊടിക്കും. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ചിട്ട് അതിനെ ഒരു കള്ളമാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാനുള്ള കഴിവ് വേണം. ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്, അവരത് ട്രാപ്പായിട്ടാണ് കാണുന്നത്. നിന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞിട്ടുള്ള നീ പറഞ്ഞിട്ടുള്ള സത്യങ്ങളെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ അവർ വളച്ചൊടിച്ച് സത്യമല്ലാതാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്ത് വേണം? നിനക്ക് അത് സഹിക്കാനുള്ള ഒരു ക്ഷമ നിനക്കുണ്ടായിരിക്കണം. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു, ഇനി നിൻ്റെ ജീവിതത്തിൽ നീ നേടിയിട്ടുള്ള കാര്യങ്ങൾ. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നീ നേടിയിട്ടുള്ള കാര്യങ്ങൾ ബ്രോക്കൺ, തകർന്നടിയുമ്പോൾ, നീ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ചു, അല്ലെങ്കിൽ നീ ജീവിതത്തിൽ ഒരുപാട് വിജയത്തിലേക്ക് എത്തി, നീ ഒരുപാട് പ്രശസ്തനായി. ചിലപ്പോൾ പ്രശസ്തരായ ആളുകൾക്ക് പോലും തകർച്ച സംഭവിക്കാം. അപ്പോൾ അങ്ങനെ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നീ എന്ത് ചെയ്യണം? യു വാണ്ട് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ വീണ്ടും നീ അത് ഉയർത്തിക്കൊണ്ടുവരണം. ആൻഡ് സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ കുനിയ, അത് വീണ്ടും നീ താഴേക്ക് പോകണം. താഴേക്ക് പോയിട്ട് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്, നീ വിജയം നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ പരിശ്രമങ്ങൾ നീ നടത്തിയോ ആ പരിശ്രമങ്ങൾ നീ വീണ്ടും ആവർത്തിക്കണം, നീ ആവർത്തിച്ചു കൊണ്ടുവരണം. അതാണ് പറയുന്നത്. സോ ലാസ്റ്റ് 2 ലൈൻസ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ, നീ നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, നീ നേടിയിട്ടുള്ള വിജയം പ്രശസ്തിയെല്ലാം എപ്പോഴെങ്കിലും തകർന്നടിയുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? യു സ്റ്റൂപ്പ്, നീ വീണ്ടും തിരിച്ച് ആ പഴയ കാലത്തിലേക്ക് പോയിട്ട്, മീൻസ് താഴേക്ക് തന്നെ പോയിട്ട് 1 മുതൽ വീണ്ടും തുടങ്ങി വരണം. ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വേൺ ഔട്ട് ടൂൾസ്, വിജയം നേടാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ പ്രവർത്തികൾ നീ ചെയ്തോ അതൊക്കെ ആവർത്തിച്ചിട്ട് വീണ്ടും നീ ആ ഒരു ഹൈ പൊസിഷനിലേക്ക് എത്തണം. അതായത് ഇവിടെ പേഷ്യൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയംസിന് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഡ്രീംസിനെ എന്താക്കി? ഡ്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ, അതിന് ജീവനില്ലല്ലോ, ജീവനില്ലാത്ത കാര്യങ്ങളാണ്, അതിന് ജീവൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ, ജീവനുള്ള ആളാണ്. അപ്പോൾ സ്വപ്നങ്ങളെ എന്താക്കി മാറ്റുകയാണ്? മാസ്റ്റർ, ഒരു യജമാനൻ, അതിനൊരു ജീവൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു പേഴ്സൺ ആക്കി മാറ്റുക. ഡ്രീംസിനെ എന്ത് ചെയ്തു? പേഴ്സൺ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ പേഴ്സോണിഫിക്കേഷൻ, അത് മനസ്സിലാക്കി വയ്ക്കുക. പേഴ്സണുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ എന്ത് കൊടുക്കുക? ജീവൻ കൊടുക്കുക. അതാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇവിടെ ഡ്രീംസ് എന്നുള്ളത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ. ഡ്രീംസ് യുവർ മാസ്റ്റർ എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിളാണ്. സോ ദിസ് ഈസ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫസ്റ്റ് 2 stanza. Okay, so let us stop our class here. We will continue in the next class the last 2 stanzas. Okay, thank you.